الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്ന വസിയത്ത് ചെയ്യും. പ്രവാചകനോടുള്ള സ്നേഹം വീണ്ടും ചർച്ചയാകുന്ന ഒരു സമയത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. പ്രവാചകന്റെ ജന്മദിനാഘോഷം എന്ന പേരിൽ അതിരുവിട്ട ആഘോഷങ്ങളും പേക്കൂത്തുകളും സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. സ്വന്തത്തെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും കുടുംബത്തെക്കാളും മറ്റേതൊരു മനുഷ്യരെക്കാളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അത് ഉയർന്നിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം പൂർത്തിയാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. എന്നാൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിച്ച ആളുകൾ ആരാണ്? ആ പ്രവാചകന്റെ ഭാര്യമാരും അതുപോലെ പ്രവാചകന്റെ മക്കളും പേരമക്കളും അടങ്ങുന്ന കുടുംബവും സ്വഹാബ കിറാമും. ആ സ്വഹാബത്ത് ജീവിതം കൊണ്ട് തങ്ങളുടെ ജീവൻ നൽകിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരാണ്. പ്രവാചകന്റെ ജീവിതത്തിലോ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ അതിനുശേഷമോ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രവാചകനോട് അത്രമാത്രം സ്നേഹമുണ്ടായിട്ട് പോലും പ്രവാചകന്റെ ജന്മദിനം അവർ ആഘോഷിച്ചതായി യാതൊരു തെളിവും നമുക്ക് കണ്ടെത്തുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്.
മാത്രമല്ല, നബിദിനം ആഘോഷിക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് അത് വ്യക്തമായ ബിദ്അത്താണ് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. അമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങൾക്കിതാ ദീനിനെ നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. നമ്മുടെ തൃപ്തിയെ നിങ്ങൾക്ക് പരിപൂർണമാക്കി നൽകിയിരിക്കുന്നു. അനുഗ്രഹങ്ങളെ പരിപൂർണമാക്കി നൽകിയിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാമിനെ മതമായിക്കൊണ്ട് ദീനായിക്കൊണ്ട് നിങ്ങൾക്കിതാ നാം തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനം നമ്മെ അവതരിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഈ ആയത്ത് ഓതിക്കൊണ്ട് പരിശുദ്ധമായ ദീനിനെ നമുക്ക് പൂർത്തിയാക്കി തന്നതായി അറിയിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതും നരകത്തിന്റെ തീയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതുമായ സകലമായ കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു എന്നുള്ളതാണ്. ഈ ആയത്ത് ഓതിയതിനു ശേഷം മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അവിടുന്ന് വിശദീകരിക്കുന്നത്, فَمَالَمْ يَكُنْ يَوْمَئِذٍ دِينًا لَا يَكُونُ الْيَوْمَ دِينًا وَلَا يَصْلُحُ آخِرُ هَذِهِ الْأُمَّةِ إِلَّا بِمَا صَلُحَ بِهِ أَوَّلُهَا. അതിനാൽ അന്നേ ദിവസം മതമല്ലാത്തതൊന്നും ഇന്നും മതമായി ആചരിക്കാവതല്ല. ഈ സമുദായത്തിലെ ആദ്യകാലക്കാർ ഏതൊരു കാര്യം കൊണ്ടാണോ അവർ നന്നായത് അതേ കാര്യം കൊണ്ടല്ലാതെ അവസാന കാലക്കാരും നന്നാവുകയില്ല എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അവിടുന്ന് കൂട്ടിച്ചേർക്കുകയാണ്. മാത്രമല്ല, അവിടുന്ന് വിശദീകരിച്ചു, മനി ബിദ്അത ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന. ആരെങ്കിലും നല്ലതാണെന്ന് കണ്ടുകൊണ്ട് ഇസ്ലാമിൽ ഒരു കാര്യം പുതുതായി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അയാൾ വാദിക്കുന്നത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തിൽ തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നുള്ളതാണ്. ഇത്രയും നല്ലൊരു കാര്യം ദുനിയാവിൽ ഉണ്ടായിട്ട്, ഇത്രയും നല്ല നമുക്ക് സ്വർഗം കിട്ടാവുന്ന ഒരു പുണ്യം ദുനിയാവിൽ ഉണ്ടായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പഠിപ്പിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്ന് തന്നെയാണ് ആരെങ്കിലും പുതുതായി ദീനിൽ കെട്ടിയുണ്ടാക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അയാൾ വാദിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അവിടുന്ന് വിശദീകരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് قال رسول الله صلى الله عليه وسلم പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ദീനിന്റെ ഭാഗമായി കെട്ടിയുണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് സ്വീകാര്യോഗ്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഓരോ വെള്ളിയാഴ്ചയും ഖുത്ബയുടെ ആമുഖമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച വചനമാണ്. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസാണ്, വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്നതാണ്. ആ ഉണ്ടാക്കപ്പെടുന്ന എല്ലാം അത് ബിദ്അത്ത് തന്നെയാണ്. എല്ലാ ബിദ്അത്തും അത് ളലാലത്താണ്, വഴികേടാണ്. എല്ലാ ളലാലത്തും അത് നരകത്തിലാണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് പ്രവാചകന്റെ വചനങ്ങൾ ഓരോ ജുമുഅ ഖുത്ബയിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് എങ്ങനെയാണ് പ്രവാചകന്റെ ജന്മദിനം എന്ന പേരിൽ, ഏതെങ്കിലും പുണ്യപ്രവർത്തനങ്ങൾ എന്ന പേരിൽ പ്രവാചകനോ സ്വഹാബത്തിനോ പരിചയമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ്. മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. നിശ്ചയമായും അത്തരത്തിലുള്ള ഓരോ നൂതനമായ കാര്യങ്ങളും അത് ബിദ്അത്താണ്. എല്ലാ ബിദ്അത്തുകളും അത് വഴികേടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മാത്രമല്ല, രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഒന്നാമതായി ഇതൊരു വിദഅത്താണ്, രണ്ടാമതായി ഇതൊരു സാദൃശ്യപ്പെടലാണ്. ജൂതരോട്, ക്രൈസ്തവരോട്, വേദം നൽകപ്പെട്ട മുൻഗാമികളായ ആളുകളോടുള്ള ഒരു സാദൃശ്യപ്പെടലാണ്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ബർത്ത്ഡേ പാർട്ടികൾ കൂടിക്കൊണ്ടുവരികയാണ്. ജന്മദിനാഘോഷങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിൽ സോഷ്യൽ മീഡിയകളിൽ ആഘോഷിക്കുക മാത്രമല്ല, ആഘോഷിച്ച കാര്യങ്ങൾ വളരെ പരസ്യമായി അത് വീഡിയോ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ അതിങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മക്കളോടുള്ള സ്നേഹം എന്ന പേരിൽ, മാതാപിതാക്കളോടുള്ള സ്നേഹം എന്ന പേരിൽ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കി അത് കട്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആശംസിച്ചുകൊണ്ട് ഒരു വലിയ സംഭവമാക്കി കൊണ്ടുവരുന്ന ഈ ഒരു പരിപാടി, ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജൂതരിലും ക്രൈസ്തവരിലുമാണ് എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ ജന്മദിനം തന്നെ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഇവിടെയെല്ലാം ആ സമൂഹങ്ങളോടുള്ള സാദൃശ്യപ്പെടലാണ് നടക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതൊരു മേഖലയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തപ്പോ അവിടെ മറ്റു സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പരിഗണിച്ചു. മുഹറമിന്റെ സുന്നത്ത് നോമ്പിന്റെ വിഷയത്തിൽ അവിടെയെല്ലാം ഏതൊരു വിഷയത്തിലും നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ മറ്റു സമുദായങ്ങളിൽ നിന്ന് വ്യത്യസ്തരാകുന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനമാണ് നബി സഈദ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലതത്തബിഉന്ന സനന മൻ ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ സലകൂ ജുഹ്റ റബ്ബിൻ ലസലക്തുമുഹു ഖുൽനാ യാ റസൂലല്ലാഹ് അൽ യഹൂദ വൻ നസ്വാറ ഖാല ഫമൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചര്യകൾ നിങ്ങൾ ചാടിന് ചാടായി മുഴത്തിന് മുഴമായി പിൻപറ്റുക തന്നെ ചെയ്യും. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ആ മാളത്തിൽ അവരെ പോലും പ്രവേശിക്കുന്നതാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ താങ്കൾ സൂചിപ്പിക്കുന്നത് ജൂതരെ കുറിച്ചാണോ, ക്രൈസ്തവരെ കുറിച്ചാണോ, അവരെ ഞങ്ങൾ പിന്തുടരുന്നതിനെ കുറിച്ചാണോ നബിയെ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചത്, അവരല്ലാതെ പിന്നെ ആരാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മൗലികാഘോഷം എന്ന് പറയുന്നത് അത് മറ്റു സമൂഹങ്ങളോട് സാദൃശ്യപ്പെടലാണ് എന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാം, ഈസാ നബിയുടെ ജന്മദിനം എന്ന പേരിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നവരാണ്. അതുപോലെ നമ്മുടെ പ്രവാചകനും വേണ്ടി ഒരു ദിവസം എന്ന രൂപത്തിൽ നാം അത് ആഘോഷിക്കുമ്പോൾ അത് വളരെ കൃത്യമായി കൊണ്ട് അവരോടുള്ള സാദൃശ്യപ്പെടലാണ് എന്ന ഒരു പോയിന്റ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഏറ്റവും ഉത്തമ നൂറ്റാണ്ടിന്റെ ആളുകൾക്കൊന്നും പരിചയമില്ലാത്ത ഒരാഘോഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത്, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമ സമുദായം എന്നാൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ എന്റെ തലമുറയാണോ, പിന്നെ അവരോട് അടുത്തവരാണോ, പിന്നെ അവരെ പിൻപറ്റിയവരാണോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉത്തമ തലമുറ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും. ആ സ്വഹാബത്തിനെ പിന്തുടർന്ന താബിഉകൾ, അവരെ പിൻപറ്റിയ താബിഉകൾ, ഇവർക്കൊന്നും പരിചയമില്ലാത്ത ഒരു മൗലിദ്, ഇവർക്കൊന്നും പരിചയമില്ലാത്ത ഒരു പുണ്യകർമ്മം പിന്നെ എങ്ങനെയാണ് ആർക്കെങ്കിലും ഒക്കെ പുണ്യമാകുന്നത് എന്ന അർത്ഥത്തിൽ നാം അതിനെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. ആരാണ് ആചരിക്കുവാൻ തുടങ്ങിയത്? ആരാണ് ഈ ഒരു സെലിബ്രേഷൻ, ഈ ഒരു മൗലിദാഘോഷം, ഈ ഒരു നബിദിനാഘോഷം ആരംഭിച്ചത്? ചരിത്രത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹിജറ 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കളിലെ തീവ്ര വിഭാഗമായ ഫാത്തിമിയാക്കളിലെ അതിരുവിട്ട കക്ഷികളായ ഉബൈദിയാക്കളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മൗലിദാഘോഷത്തിന്റെ തുടക്കക്കാർ. ആരാണ്? ഇവരുടെ പ്രത്യേകത എന്താണ്? ഈ രൂപത്തിലുള്ള ആഘോഷം തുടങ്ങിയ ഇത്തരത്തിലുള്ള ഫാത്തിമിയാക്കളുടെ, ഉബൈദിയാക്കളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാരം ആരോപിക്കുന്നവരാണവർ. മാത്രമല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നരകത്തിലാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ രൂപത്തിലുള്ള ആളുകൾ അവർ കെട്ടിയുണ്ടാക്കുന്ന,
അവരാഘോഷിച്ച് അവർ ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന ഒരു ആഘോഷത്തെ ഏറ്റെടുക്കേണ്ടവരാണോ ഉമ്മത്ത് മുസ്ലിമ എന്ന് വളരെ ഗൗരവത്തോടുകൂടി നാം ചിന്തിക്കേണ്ട സമയമാണ്. മാത്രമല്ല, അടുത്ത കാരണം, ഈ നബിദിനത്തിൽ, ഈ മൗലിദാഘോഷത്തിൽ കടന്നു വരുന്നത് അതിരുവിട്ടുകൊണ്ടുള്ള നബിസ്നേഹവും അതുപോലെ തന്നെ അതിരുവിട്ടുകൊണ്ട് ശിർക്കിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള മൗലിദ് പാരായണങ്ങളും കീർത്തനങ്ങളും എല്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ നമുക്ക് കാണാം, ലാ തുറൂനി കമാ അത്റത് നസാറ ബിനു മറിയം ഫഇന്നമാ അന അബ്ദു ഫഖൂലൂഹു അബ്ദുല്ലാഹി വറസൂലുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു, ക്രിസ്ത്യാനികളായ ആളുകൾ മറിയമിന്റെ പുത്രനെ അഥവാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമെ അമിതമായി വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി വാഴ്ത്തരുത്. നിശ്ചയമായും ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാകുന്നു, അല്ലാഹുവിന്റെ അടിമ മാത്രമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ അല്ലാഹുവിന്റെ അടിമയെന്ന് വിളിക്കുക, അബ്ദുല്ലാഹ് വറസൂലുഹു, അതുപോലെ അല്ലാഹുവിന്റെ ദൂതൻ എന്ന് വിളിക്കുക. അതിനപ്പുറത്തേക്ക് എന്നെ നിങ്ങൾ വാഴ്ത്തരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പരിധി വിട്ടുകൊണ്ടുള്ള പുകഴ്ത്തൽ നാശത്തിന് കാരണമാകും. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇയ്യാകും വൽ ഗുലൂവ ഫിദ്ദീൻ, നിങ്ങൾ ദീനിൽ അതിരുകടക്കുന്നതിനെ സൂക്ഷിക്കണം. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകുൽ ഗുലൂവ ഫിദ്ദീൻ, നിശ്ചയമായി നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിപ്പിക്കപ്പെട്ടത് മതത്തിൽ അതിരുവിട്ട കാരണത്താൽ ആയിരുന്നു. അതിരുവിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പകരക്കാരനായി പ്രവാചകനെ വെക്കുന്നിടത്ത് പോലും ഇത്തരത്തിലുള്ള ആളുകൾ വന്നെത്തി എന്നുള്ളത് ഇവരുടെ മൗലിദിന്റെ വാക്കുകളും വരികളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷറഫുൽ അനാം മൗലിദിലെ ഏതാനും ചില ബൈത്തുകൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുന്നത്. അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീറു യാ നദീർ ഫഅഗ്സ്നി വഅജ്ർനി യാ മുജീറു മിനസ് സഈർ യാ ഗിയാസി യാ മലാദി ഫീ മുലിമാത്തിൽ ഉമൂർ. മൗലിദിൽ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. വലിയ പുണ്യമാണെന്ന് വിചാരിച്ചിട്ടോ സാധാരണക്കാരായ ആളുകൾ പോലും ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നിട്ടോ ഉസ്താദുമാർ ഇങ്ങനെ ചൊല്ലുന്ന ഈ വരികൾ അതേ ഈണത്തോടുകൂടി താളത്തോടുകൂടി ഇങ്ങനെ ചൊല്ലുമ്പോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. അല്ലാഹുവാണ് നരകത്തിൽ നമ്മളെ മോചിപ്പിക്കുന്നതെന്ന് അറിയുന്ന നമ്മളോ ആ പ്രവാചകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അബ്ദുകൽ മിസ്കീൻ, അങ്ങയുടെ അടിമയാണ് റസൂലേ, സാധുവായ അടിമയാണ്, താങ്കളുടെ അടിമയാണ്, നാന്റെ അടിമല്ല. അബ്ദുകൽ മിസ്കീൻ, പ്രവാചകരെ താങ്കളുടെ അടിമ. യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീർ, അങ്ങയുടെ മഹത്തായ ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ തേടുന്നു. ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീറു യാ നദീർ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനോ താക്കീതുകാരനുമായ നബിയേ, എന്റെ ഉദ്ദേശങ്ങൾ ഞാൻ താങ്കളിലേക്ക് നന്നായി തിരിക്കുന്നു. അല്ലാഹുവിലേക്ക് തിരിക്കേണ്ടതിന്റെ പകരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പ്രവാചകനിലേക്ക് തിരിക്കുന്ന വരികളാണ്. ഫഅഗ്സ്നി വഅജ്ർനി യാ മുജീറു മിനസ് സഈർ യാ ഗിയാസി യാ മലാദി ഫീ മുലിമാത്തിൽ ഉമൂർ. സഈർ എന്ന നരകത്തിൽ നിന്ന്, കത്തിയാടുന്ന നരകാഗ്നിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുന്ന നബിയേ. ആരാണ് രക്ഷിക്കുന്നത്? നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന നബിയേ, ഞങ്ങളെ സഹായിക്കണമേ, നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം തരയണമേ, പ്രയാസഘട്ടങ്ങളിലെ സഹായിയായവനെ, അഭയസ്ഥാനമായവനെ. പ്രവാചകനെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നത്, ഇതാണ് പ്രവാചകന്റെ മൗലിദ് എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ പാടി അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായ സദസ്സുകളൊക്കെ ഒരുക്കിയിട്ട് പച്ച ശിർക്കല്ലേ പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായ ശിർക്കല്ലേ ഇത്. ഈ രൂപത്തിലുള്ള വരികളാണ് പാരായണം ചെയ്യുന്നത്. ഈ രൂപത്തിൽ ഇത് വിലക്കപ്പെടേണ്ടതും തടയപ്പെടേണ്ടതും ഈ രൂപത്തിൽ നമ്മിൽ നിന്ന് ഉണ്ടാവാൻ ഒരിക്കലും പാടില്ലാത്തതുമാണ് എന്ന് മനസ്സിലാക്കുക. ഇത് ചെയ്യുന്ന പല ആളുകളുണ്ട്. പറഞ്ഞു കൊടുക്കുവാൻ, ഉപദേശിക്കുവാൻ, ദഅവത്ത് ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല ആളുകളും എന്താണ് ഇപ്പോ ഒരു നബിദിനത്തിന്റെ ചോറ് കഴിച്ചാൽ കുഴപ്പം, മിഠായിക്ക് എന്താണ് പ്രശ്നം,
ആ ദഫമുട്ടെന്ന് കണ്ടാൽ അത് നമ്മുടെ മുറ്റത്തൊന്ന് വിളിച്ചിരുത്തി കൊട്ടിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നവരുണ്ട്. പലപ്പോഴും നബിദിനം ആഘോഷിക്കാത്ത ആളുകൾ, അതുമായി സഹകരിക്കാത്ത ആളുകൾ ഘോഷയാത്ര വരുമ്പോ തന്റെ മുറ്റത്ത് അതിന് പ്രത്യേകമായ സ്ഥലമൊരുക്കി ഇവിടെ കളിച്ചോളൂ എന്ന് സൗഹാർദ്ദത്തിന്റെ രൂപത്തിൽ പറയുന്ന ആളുകളുണ്ട്. കാരണം ഇവരൊക്കെ പല സംഘടനകളിൽ ഒന്നിച്ചു പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ സൗഹൃദത്തിന്റെ പേരിൽ എന്റെ മുറ്റത്ത് കളിച്ചോളൂ, ഞാനൊരു മുജാഹിദൊക്കെ തന്നെയാണ്, ഞാൻ ഇതിനൊക്കെ എതിരാണ്, എന്നാലും എന്റെ മുറ്റത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിദ്അത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ അല്ലാഹുവിന്റെ അനുഗ്രഹമായി ലഭിക്കുന്ന ഹൗദുൽ കൗസർ, ആ ഹൗദുൽ കൗസറിൽ നിന്ന് ഒരിക്കൽ ഒരാൾ രുചിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ദാഹമുണ്ടാവില്ല. അത്രമാത്രം അനുഗ്രഹീതമായ ആ പാനീയം അത് നിഷേധിക്കപ്പെടുന്ന ആളുകൾ ബിദ്അത്തിന്റെ ആളുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ മലക്കുകൾ ഇങ്ങനെ തടുത്തു നിർത്തുമ്പോ പ്രവാചകൻ അവരോട് പറയും, അവരെന്റെ ഉമ്മത്താണ്, അവരെ കടത്തിവിടണമെന്ന് പറയുമ്പോ മലക്കുകൾ പ്രവാചകനോട് തിരിച്ചു പറയുന്നത്, നബിയെ, താങ്കളുടെ കാലശേഷം ദീനിൽ പുതുതായി കെട്ടിയുണ്ടാക്കിയ ആളുകളാണ് എന്ന് മറുപടി പറയുമ്പോ അവരെ അട്ടിപ്പായിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹദീസുകളിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ യാതൊരുവിധ ന്യായങ്ങൾക്കും അവിടെ സ്കോപ്പില്ല എന്ന് മനസ്സിലാക്കുക. ബിദ്അത്തുകളോട് നോ പറയുവാൻ നമുക്ക് സാധിക്കണം. പല ആളുകളും നബിദിനാഘോഷത്തിന് പല ന്യായങ്ങളും പറയാറുണ്ട്. ഒരു ന്യായം ഇതാണ്, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടക്കുന്നതാണല്ലോ, ഒരുപാട് ആളുകൾ അത് ആഘോഷിക്കുന്നുണ്ടല്ലോ. പരിശുദ്ധ ഖുർആനിന്റെ വചനം പ്രത്യേകമായി മനസ്സിലാക്കുക. ഭൂരിപക്ഷത്തെ പിന്തുടരുക എന്നുള്ളതല്ല നേരിന്റെ നിലപാട്. ലോകത്തുള്ള ഭൂരിപക്ഷം ആളുകൾ ചെയ്യുന്നു എന്നതിന്റെ പേരിൽ അത് സത്യമാവുകയുമില്ല. ഭൂമിയിൽ ധാരാളമുള്ള ആളുകളിൽ പലരെയും താങ്കൾ അനുസരിക്കുന്നതായാൽ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് അവർ നിങ്ങളെ തെറ്റിച്ചു കളയുന്നതാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം ആഘോഷിച്ചു എന്നതിന്റെ പേരിലോ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പലയിടത്തും ആഘോഷിക്കുന്നു എന്നതിന്റെ പേരിലോ ഒരു ബിദ്അത്ത് ചെയ്യുവാൻ നിർവാഹമില്ല. പരിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തമായ വചനങ്ങളിൽ നമുക്ക് കാണാം, അക്സറുഹും ലാ യഅഖിലൂൻ, അക്സറുഹും ലാ യഅലമൂൻ, അക്സറുഹും യജ്ഹലൂൻ, അക്സറുഹും ലാ യുഅ്മിനൂൻ, അക്സറൻ നാസി ലാ യഷ്കുറൂൻ വഅക്സറുഹുൽ ഫാസിഖൂൻ. അതുകൊണ്ട് ഭൂരിപക്ഷം ഒരിക്കലും തെളിവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ധാരാളക്കണക്കിന് ആളുകളുണ്ട് ഒരു തിന്മയിൽ എന്ന് വിചാരിച്ച് ഒരു തിന്മയും നന്മയായി മാറുകയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്ന മറ്റൊരു ന്യായീകരണം, ഇത് പ്രവാചകനെ കുറിച്ചുള്ള ഒരു ഓർമ്മ പുതുക്കലാണ്. ലോകത്തിന്റെ കാരുണ്യമായ പ്രവാചകരല്ലേ, ആ പ്രവാചകനെ കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാൻ ഒരു പ്രത്യേക ദിവസത്തിന്റെ ആവശ്യം നമുക്ക് ഇല്ല. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ മുഴു സമയവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ഇത്തിബാഅ് ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ദിവസം പ്രവാചകൻ പഠിപ്പിക്കാത്ത നിലക്ക്, സ്വഹാബത്തിന്റെ മാതൃകയില്ലാത്ത നിലക്ക് അതിനുവേണ്ടി ഒരു പ്രത്യേക സമയം തിരഞ്ഞെടുക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല, നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നതുകൊണ്ട് പ്രവാചകനെ കുറിച്ചുള്ള ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ദിവസം എന്ന ന്യായീകരണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നെ ഇത്തരക്കാർ പറയുന്ന ഒരു ന്യായീകരണമാണ്, ഇതൊരു നല്ല ബിദ്അത്താണ് എന്നുള്ളത്. ബിദ്അത്താണ്, പക്ഷെ ഇതൊരു നല്ല ബിദ്അത്തല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തുകളും ളലാലത്ത് തന്നെയാണ്. എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്. അതിൽ പിന്നീട് നന്മയെന്നോ തിന്മയെന്നോ വേർതിരിക്കേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ എല്ലാം തന്നെ തിന്മയാണ്. ഇബ്നു റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, കുല്ലു ബിദ്അത്തിൻ ളലാല വഇൻ റആഹ അന്നാസു ഹസന. ജനങ്ങൾക്ക് എത്ര നന്നായി തോന്നിയാലും, മനുഷ്യർക്ക് എത്ര തന്നെ നല്ലതാണെന്ന് തോന്നിയാലും എല്ലാ ബിദ്അത്തുകളും അത് വഴിപ്പിഴവ് തന്നെയാണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള ആളുകൾ ന്യായീകരിക്കാറുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിനെ മുസ്ഹഫിന്റെ ഉള്ളിലാക്കി ക്രോഡീകരിച്ചിട്ടില്ലല്ലോ. പള്ളിയിൽ മണൽത്തിട്ടയിലല്ലേ പ്രവാചകൻ സുജൂദ് ചെയ്തത്, മൈക്ക് ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ്. ഇത്തരത്തിലുള്ള ഭൗതികമായ ഏതെങ്കിലും മെച്ചങ്ങളല്ല ശർഈയായി ദീനിന്റെ അടിസ്ഥാനത്തിൽ നന്മയെന്ന് പുണ്യമെന്ന് കരുതി ഒരു ആചാരത്തെ കെട്ടിയുണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ന്യായീകരണങ്ങൾക്കും യാതൊരു അടിസ്ഥാനവുമില്ല. ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാഹ് അവിടെ ഇങ്ങനെ വാക്കുകൾ നമുക്ക് കാണാം, ലാ അഅലമു
ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബി വലാ സുന്ന. അല്ലാഹുവിന്റെ കിതാബിലോ സുന്നത്തിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷത്തിന് യാതൊരു അടിസ്ഥാനവും യാതൊരു അസ്ലും ഞാൻ കണ്ടിട്ടില്ല. വലയുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ അൽമുതമസ്സികൂന ബിആഥാരിൽ മുതഖദ്ദിമീൻ ബൽ ഹുവ ബിദ്അ بل هو بدعة أحدثها البطالون وشهوة نفس اعتنى بها الأكالون. അദ്ദേഹം വിശദീകരിക്കുകയാണ്, നമുക്ക് മാതൃകയും മുൻഗാമികളുടെ പാത പിന്തുടരുന്നവരുമായ ഈ ഉമ്മത്തിന്റെ ഉലമാക്കൾ ആരെങ്കിലും അത് ആഘോഷിച്ചിരുന്നതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുമില്ല. തീർത്തും ബാത്തിലിന്റെ ആളുകളാണ്, തന്നിഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായ ആളുകൾ. അവർ കെട്ടിയുണ്ടാക്കിയ ഒരു ബിദ്അത്ത് മാത്രമാണ് മൗലിദ്. അത് ഏറ്റെടുത്തത് ആരാണ്? അത് ഏറ്റെടുത്തവർ തീറ്റക്കൊതിയന്മാരാണ്. ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാഹ് അവിടുന്ന് മൗലിദ് ആഘോഷത്തെ പറ്റി വിശദീകരിക്കുകയാണ്. ഈ രൂപത്തിൽ മൗലിദിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നത് പുണ്യകരമാണ് എന്ന് ലഘുലേഖകൾ എഴുതിവിടുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ യാതൊരു പ്രമാണവുമില്ല. പരിശുദ്ധ ഖുർആനിൽ നിന്നോ തിരുസുന്നത്തിൽ നിന്നോ അത്തരത്തിൽ യാതൊരു പ്രമാണവുമില്ല എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. മാത്രമല്ല, ദീനിന്റെ പേരിൽ ആരെങ്കിലും കെട്ടിയുണ്ടാക്കുന്നതായാൽ വലൗ തഖവ്വല അലൈനാ എന്തെങ്കിലും അല്ലാഹുവിന്റെ പേരിൽ പ്രവാചകനെങ്ങാനും കെട്ടിയുണ്ടാക്കിയിരുന്നെങ്കിൽ പ്രവാചകനോട് പോലും പരിശുദ്ധ ഖുർആനിന്റെ താക്കീതാണ്, ലഅഖദ്നാ മിൻഹു ബിൽയമീൻ, വലങ്കൈ കൊണ്ട് നാം അദ്ദേഹത്തെ ശിക്ഷിക്കുമായിരുന്നു. തുമ്മ ലഖത്അനാ മിൻഹുൽ വതീൻ, അദ്ദേഹത്തിന്റെ ഖണ്ഡനാടി, അദ്ദേഹത്തിന്റെ ഹൃദയനാടി നാം മുറിച്ചു കളയുമായിരുന്നു. അല്ലാഹ് പറയാണ്. ആരെ പറ്റിയാ പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും തന്നിഷ്ടപ്രകാരം അല്ലാഹുവിന്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ അദ്ദേഹത്തെ നാം പിടികൂടുമായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ നാടി നാം മുറിച്ചു കളയുമായിരുന്നു. തന്നിഷ്ടപ്രകാരം എങ്ങാനും ആ പ്രവാചകൻ സംസാരിച്ചിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിലാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് സ്വന്തം നിലക്ക് ദീനിന്റെ പേരിൽ എന്തെങ്കിലും നമ്മൾ കെട്ടിയുണ്ടാക്കിയാൽ അത് എത്രമാത്രം ഗൗരവകരമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള എല്ലാവിധ ബിദ്അത്തുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ മുത്തബിഉകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തും.